ഇറാനോട് അമേരിക്കയ്ക്ക് എന്തേ ഇത്രയും ശത്രുത? തന്ത്രപരമായ കാരണങ്ങളാണ് ആദ്യത്തേത്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാനിലെ നിലവിലെ ഭരണകൂടം തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ ഇസ്രയേലിനെ ഇറാൻ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ഇറാൻ ഭീഷണിയാണെന്ന് അമേരിക്ക കരുതുന്നു. മിഡിൽ ഈസ്റ്റിലെ വിവിധ സായുധ ഗ്രൂപ്പുകളായ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, പലസ്തീനിലെ ഹമാസ് തുടങ്ങിയവയ്ക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ ഗ്രൂപ്പുകൾ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. 1979 അമേരിക്കൻ പിന്തുണയുള്ള ഷാ ഭരണകൂടത്തെ പുറത്താക്കിയാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വരുന്നത്. അന്നു മുതൽ കടുത്ത അമേരിക്കൻ വിരുദ്ധ നയമാണ് സ്വീകരിക്കുന്നത്. ഇതും അമേരിക്കയെ ചൊടിപ്പിക്കുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന വഴിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന് വലിയ സ്വാധീനമുണ്ട്. ഇത് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേൽ കടന്നു കയറിയ അമേരിക്കയെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ വെനസ്വേലയിൽ കടന്നു കയറിയ അത്ര എളുപ്പത്തിൽ ഇറാനിലേക്ക് നുഴഞ്ഞു കയറാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയില്ല.